ഹായ് ഫ്രണ്ട്സ്, എൻ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പക്ഷേ അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയിട്ട് ഞാൻ അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പുതിനേൻ്റെതും, പിന്നെ 2-3 അല്ലി മല്ലിച്ചപ്പിൻ്റെയും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ: 2 ടേബിൾ സ്പൂണ് ഗ്രീൻ പീസ് വെള്ളത്തിൽ നന്നായി കുതിർത്തത്, പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 4 ബീൻസ്, ചെറിയ കഷ്ണം ക്യാരറ്റ്, ചെറിയ കഷ്ണം ക്യാബേജ്. ഇനി അരി തിളപ്പിച്ചൂറ്റാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആദ്യം നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഒരു പിടി മുന്നോട്ട് നിൽക്കുന്ന വിധത്തിലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കുക. ഇനി നന്നായി തിളച്ച് വരണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു അടുപ്പെടുത്ത് ഇത് അടച്ച് വെക്കാം. ഇതേ സമയം ഞാൻ മറ്റൊരു അടുപ്പിൽ നമ്മളെ പച്ചക്കറിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക. നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഫ്രൈ ആയി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി അതേ ഓയിലിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കുറച്ചൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അത് 1/4 വേവാവുന്ന വിധത്തിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഏകദേശം ഹാഫ് വേവാകുമ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, ഉപ്പ് ചേർത്തിട്ട്. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമാണ്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ അരി തിളപ്പിച്ചൂറ്റുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ അരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ചിലപ്പോൾ അരി കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതേ സമയം നമുക്ക് ആ പാനിൽ തന്നെ
നമുക്ക് ഒരു ബേ ലീഫിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പട്ട കഷ്ണം ഇട്ട് കൊടുക്കുക. അതുപോലെ 3 ഗ്രാമ്പു, പിന്നെ 2-3 ഏലക്കായും കൂടി ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ അതുവരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അത് ചെറുങ്ങനെ മൂപ്പിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള കണ്ടോ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇതേ സമയം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതും ഓവറാവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചില്ലി പൗഡറും ഒന്നും ചേർക്കണില്ല. കളറില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. അഥവാ കളർ ആവശ്യമുള്ളവർക്ക് ഈ സമയം തന്നെ ഇതിലേക്ക് ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി വന്നതിന് ശേഷം നമ്മളെ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വേവിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മുളകും പൊടി ആവശ്യമുള്ളവർക്ക് ഈ സമയം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ചേർക്കണില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് തൈര്, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയാണ്. തൈരില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി വഴറ്റിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിയും പിന്നെ മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനൻ്റെ ഇലയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് ഇതിൽ ഇപ്പോൾ നമ്മുടെ ഇതിവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫസ്റ്റ് ലെയർ ഞാൻ ചോറാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ആ ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളെ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ ആയിങ്ങാണ്ട് വീണ്ടും നമ്മൾ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ എല്ലാം ദമ്മിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു വെയിറ്റർ എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഇഞ്ചി പേസ്റ്റൊക്കെ ചതക്കണ ഒരു ഇഞ്ചിക്കല്ലാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കണം. ശേഷം അത് നമുക്ക് തുറന്നിട്ട് അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ടാട്ടോ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ വേവ് ടൈം. കാരണം ഇതിലെല്ലാം നമ്മൾ വേവിച്ചെടുത്തതുകൊണ്ട് അധികമൊന്നും ദമ്മിൽ കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.